അവിടെ വിനോദസഞ്ചാര സാധ്യതകൾ ഒരുപാടുള്ള മേഖലകളാണ്. അവിടേക്ക് സഞ്ചാരികളൊക്കെ തന്നെ എത്തുന്ന ഇടങ്ങളാണ്. റിസോർട്ടുകൾ നിരവധിയുണ്ട്. അതൊക്കെ തന്നെ തുടച്ച് നീക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മളീ പറയുന്ന 50 പേരെന്നതിനപ്പുറത്തേക്കുള്ള ആൾ പോയേക്കാമെന്ന കാര്യങ്ങൾ വരികയാണ്. ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് എന്താണ് കണക്കുകൾ പുറത്തേക്ക് വിടുന്നത് അർജുൻ? പ്രജീഷ്, നിലവിൽ 60 എന്നുള്ള കണക്ക് തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തും ഈ ഉത്തരകാശി എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിൽ തന്നെ അപ്പർ റീച്ചുകളിലുള്ള ജില്ലയാണ്. അവിടേക്ക് പലയിടങ്ങളിലേക്കും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ മാത്രം രക്ഷാപ്രവർത്തനം നടത്തുന്ന ദുർഘടമായിട്ടുള്ള പല അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി മോശം കാലാവസ്ഥയും മഴയും എല്ലാം നിലനിൽക്കുന്നുണ്ട്. പലയിടത്തുമായി സ്കാറ്റർ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ പലയിടത്തും വിന്യസിച്ചിരുന്നു. അതിൽ കൂടുതൽ ഈ ടൗണുകളിലായി NDRFിന്റെ എല്ലാം തന്നെ സംഘങ്ങളെ, ചെറിയ ചെറിയ സംഘങ്ങളാണെങ്കിൽ പോലും നിലയുറപ്പിച്ചിരുന്നു. അവരെല്ലാമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ 2 ഔദ്യോഗിക വിവരങ്ങൾ കൂടിയാണ് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായി പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, ഉത്തരകാശി ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ധാരിയുടെ ഭാഗത്തു നിന്നാണ്. അതായത് വലിയൊരു മേഘ വിസ്ഫോടനം ഈ ധാരാലി ഗ്രാമത്തിൽ, ഹർസിൽ എന്ന് പറയുന്ന ആ ഒരു ടൗണിന് അടുത്തുള്ള ധാരാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വലിയൊരു മേഘ വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഉത്തരകാശി ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ധാരിയ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഔദ്യോഗിക വിവരം അത് വരുന്നത് ഉത്തരകാശി പോലീസിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിൽ തന്നെ ഉത്തരകാശിയിൽ ഉള്ള പോലീസിൽ നിന്നാണ്. കീർഗംഗ നദിയിലടക്കം വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു കയറുന്നു. മാത്രമല്ല മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും ഉണ്ടായതിനെ തുടർന്ന് ഈ ധാരാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ ദുരന്ത നിവാരണ സേനയും അതുപോലെ SDRFും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ആർമിയും കരസേനയും പോലീസും ഇപ്പോൾ രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ഉത്തരാഖണ്ഡ് പോലീസിൽ നിന്നും ഉത്തരകാശി പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 2 ഔദ്യോഗിക വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി അവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, ഈ പറയുന്ന ധാരാളിയിൽ എത്രയോളം ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ വിനോദസഞ്ചാരികൾ എത്ര, അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ, ഗ്രാമവാസികൾ എത്ര തുടങ്ങിയിട്ടുള്ള കണക്കെടുപ്പുകളിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. പിന്നീടായിരിക്കും എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുക. എന്തായാലും ദേശീയ മാധ്യമങ്ങളടക്കം, ഹിന്ദി മാധ്യമങ്ങളടക്കം, ഈ ഉത്തരകാശിയിലും ഉത്തരാഖണ്ഡിലുമുള്ള പ്രാദേശിക മാധ്യമങ്ങളടക്കം ആദ്യഘട്ടത്തിൽ 50 മുതൽ 60 പേരെ കാണാതായി എന്നുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അർജുൻ, ഈ പറഞ്ഞതുപോലെ തന്നെ കണക്ക് പ്രകാരമാണെങ്കിലും ആ ദൃശ്യങ്ങൾ നൽകുന്ന ദുസ്സൂചനകൾ പ്രകാരമൊക്കെ ആണെങ്കിൽ വലിയ തോതിലുള്ള അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചേക്കാം. ആളുകളുടെ എണ്ണത്തിൽ ഒരുപാട് ആശങ്ക ഉണ്ടാകുന്നുണ്ട്. കാരണം നിലവിലിപ്പോൾ 50 പേരെ കാണുവാനില്ല എന്ന ഒരു അറിയിപ്പാണ് വരുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള ആളുകൾ ഉണ്ടോ, വിനോദസഞ്ചാരികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? വിനോദസഞ്ചാര മേഖലയാണത്. ഇപ്പോൾ ഈ മിന്നൽ പ്രളയങ്ങളൊക്കെ തന്നെ നേരത്തെയും സംഭവിച്ചുള്ള ഇടങ്ങളാണ്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം, ഭൂപ്രകൃതിയുടെ സ്വഭാവം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ ഒഴുക്കിൽപ്പെട്ട് പോവുകയാണ്, കുത്തി ഒലിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ സ്വഭാവം, ബിൽഡിങ്ങുകളുടെ സ്വഭാവം, അപ്പോൾ ഈ പ്രകൃതി ഏറ്റവും കൂടുതൽ ലോലമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. മണ്ണിടിച്ചിൽ മേഖലകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരകാശിയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഖീർഗംഗ കരകവിഞ്ഞ് ഒഴുകുന്നു എന്നുകൂടി അർജുൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. അർജുൻ, കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് അപ്ഡേറ്റായി സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് സെല്ലുകളിൽ നിന്നൊക്കെ വരുന്നുണ്ടോ? ആളുകളെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആളുകളെ അവരെയൊക്കെ ബന്ധപ്പെടാനോ ഒക്കെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ, അവരെ കണക്ട് ചെയ്യാനുള്ള മറ്റ് നമ്പറുകൾ, ടോൾ ഫ്രീ നമ്പറുകൾ, ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനൗൺസ് ചെയ്യുന്നുണ്ടോ? കൂടുതലായി എന്താണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റ് വിവരങ്ങൾ അർജുൻ? പ്രജീഷ്, ഇപ്പോൾ ഈ ധാരാലി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള പ്രാദേശിക അധികാരികളുമായി സംസ്ഥാന സർക്കാർ, ഉത്തരാഖണ്ഡ് സർക്കാർ നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ എത്രത്തോളം ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്താൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി അവിടെയുള്ള പ്രാദേശിക അധികാരികളെ ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നിലവിൽ എന്തായാലും ഉത്തരാഖണ്ഡ് സർക്കാർ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. അതേസമയം തന്നെ കൂടുതലായിട്ടും ഈ
ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലുകളും ചെറിയ വീടുകളും തകർന്നുപോയി. അതിൻ്റെ എല്ലാം തന്നെ അവശിഷ്ടങ്ങൾ പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതായത് ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. അതായത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എത്രത്തോളം വലിയൊരു അപകടമാണ് സംഭവിച്ചത്, എത്ര പേരുണ്ടായിരുന്നു, എത്ര പേരെ കാണാതായി എന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലടക്കം എന്തായാലും ഇപ്പോൾ ഒരു വിലയിരുത്തലിലേക്ക്, കണക്കെടുപ്പിലേക്ക് സംസ്ഥാനം കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഈ പറയുന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ധാരാളി എന്ന് പറയുന്ന ഗ്രാമവും അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ഹർഷിൽ എന്ന് പറയുന്ന ആ പ്രധാന ടൗണിലാണ് ഈ ആർമിയുടെ, കരസേനയുടെ ക്യാമ്പ് അടക്കമുള്ളത്. അവിടെയുള്ള പ്രാദേശിക അധികാരികളെയും അതുപോലെ ആളുകളെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൊണ്ടൊരു സ്ഥിതി വിലയിരുത്തുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നു. അതായത് വൈകാതെ തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ള കണക്കുകളിലേക്കും അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ചിത്രങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയണം, അവിടെയുള്ള മലയാളി സംഘടനകളുമായി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയണം. കാരണം മുൻപുണ്ടായിട്ടുള്ള പ്രളയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നിരവധി മലയാളികളൊക്കെ തന്നെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടും തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ പോയി പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ കണക്ക് ഒരുപക്ഷെ മാറിയേക്കാം. ഇപ്പോൾ നിലവിൽ 50 പേരെ കാണാനില്ല എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രകാരമാണെങ്കിൽ അതല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട്.